രണ്ടാമത്തെ ചർച്ചയിലേക്ക്. കേരള എക്സ്പ്രസിൽ കുടുംബത്തെ ആക്രമിച്ച് കവർച്ച നടത്തി തലയ്ക്ക് അടിയേറ്റ വീട്ടമ്മ അബോധാവസ്ഥയിലായി. കോട്ടയം കുറുപ്പന്തറയ്ക്കും കോതനെല്ലൂരിനും ഇടയിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് രണ്ടാമതായി ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്ര താരവും സാമൂഹ്യ നിരീക്ഷകയുമായ പാർവതി, ഒപ്പം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പോൾ മാൻവട്ടം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രതിനിധി ഡിജോ കാപ്പൻ, മറ്റതിഥികളും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർവതി, ഈ വാർത്ത ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സമാനമായ ചില വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്തു. സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട, രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു അമ്മയും കുട്ടിയും ചെക്കിങ്ങിനിടെ മരിക്കാനിടയായ സാഹചര്യം അതുൾപ്പെടെ. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള എക്സ്പ്രസിൽ കവർച്ചയ്ക്കിടെ ദമ്പതികൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. നിസ്സാരമാണോ സംഭവം? ട്രെയിനിൽ കവർച്ച അധികമാകുന്നു എന്നൊരു വാർത്ത ഈ അടുത്ത കാലത്ത് കണ്ടു. ഈ കഴിഞ്ഞ ആഴ്ചയിലോ 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ 3 കവർച്ചകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷെ ഞാനതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം കാണുന്നത്, ഈ 3 കവർച്ചകളിലും പോലീസ് എത്തുകയും പോലീസ് ഇടപെടുകയും ചെയ്തു. ഇന്നത്തേതിന് മാത്രമാണ് കുറച്ച് ലേറ്റ് ആയത്. ഒരുപക്ഷെ ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തിയതിന് ശേഷം തന്നെ റെയിൽവേ പോലീസ് അതിനകത്ത് ഇടപെടുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. പക്ഷെ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരുപക്ഷെ സൗമ്യവധത്തിനൊക്കെ ശേഷമുള്ള ചില കാലയളവിൽ പോലീസും റെയിൽവേ പോലീസും കുറച്ചും കൂടി ജാഗരൂകരാണ്. പ്രത്യേകിച്ച് രാത്രികളിൽ വളരെ ശ്രദ്ധയോടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നമ്മളെ തന്നെ ഗ്ലാസ് വലിച്ചിടൂ, ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പകലോടുന്ന ട്രെയിനുകളിൽ. ഞാനൊന്ന് പറഞ്ഞു, ഇപ്പം പാർവതി വളരെ ശരിയാണ്, നമുക്ക് അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ പാർവതിയെ പോലെ ഒരു അറിയപ്പെടുന്ന, മുഖം കണ്ടാൽ തന്നെ അറിയാവുന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പോലെ ആയിരിക്കുമോ ഒരുപക്ഷെ സാധാരണക്കാരോടും അങ്ങനെ പെരുമാറുന്നുണ്ടാകുമോ? എൻ്റെ മുഖം കാണുന്നത് കൊണ്ടല്ല ഞാനത് പറയുന്നത്, ഞാൻ പൊതുവെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം പകലോടുന്ന ട്രെയിനുകളിൽ എന്നാൽ ഇതല്ല, ഈ സാന്നിധ്യം അപര്യാപ്തമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ തീരെ ശുഷ്കാന്തി ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അടച്ചാക്ഷേപിക്കാൻ എല്ലാ കാലത്തും എളുപ്പമാണ്. പ്രത്യേകിച്ച് മീഡിയ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കവർച്ചയാണ്, സ്ത്രീകൾക്ക് സേഫ് അല്ല എന്ന് പറയുന്ന വാർത്തകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും വീട്ടുകാരും എന്താണ് പൊതുവെ ആലോചിക്കുന്നത്? അവർ പൊതുവെ പറയുന്നത്, അയ്യോ ആരും രാത്രി യാത്ര ചെയ്യരുത്, ട്രെയിനിൽ യാത്ര ചെയ്യരുത്, സുരക്ഷിതരല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മേലാണ് കൂടുതൽ വിലക്കുണ്ടാവുന്നത്. ട്രെയിനിലും യാത്ര ചെയ്യുന്ന സുരക്ഷിതരല്ല, നീ പോകരുത്, ആരുടെങ്കിലും കൂടെ പോകാവുള്ളൂ, ഒറ്റയ്ക്ക് പോകരുത്. പലപ്പോഴും നമ്മുടെ യാത്ര ചെയ്യാനുള്ള ഒരു അവകാശത്തെ ഈ ഭയം മൂലം ഹനിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് വളരെ ആശങ്ക വരുന്നത്. കാരണം ഉള്ള സ്വാതന്ത്ര്യം കൊണ്ട് നഷ്ടപ്പെടാൻ ഓരോ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അത് കാരണമാകുന്നു. ക്രൈം അതിരിക്കില്ല ഒരു രാജ്യത്ത്. ഒരുപക്ഷെ ഒരു മനഃശാസ്ത്ര വിദഗ്ധ കൂടി ആയതുകൊണ്ട് അതിൻ്റെ മനഃശാസ്ത്രവും കൂടെ പാർവതി പറഞ്ഞു പോകുന്നു. പക്ഷേ അതിനകത്ത് ഒരു കാര്യം, ഇന്നിപ്പോൾ റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും ഇതിൽ പാനിക് ആകേണ്ട കാര്യമില്ല, പാനിക് ആക്കരുത് ആളുകളെ, ഞങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നു എന്നാണ് അവരും പറഞ്ഞത്. ശരിയാണ്, ഈ കാര്യത്തിൽ ഒരു പക്ഷേ മുൻപെങ്ങും ഇല്ലാത്ത വിധം പ്രതികളെ തന്നെ ഉടനെ പിടിച്ചു, അതിൽ അവർ അഭിനന്ദനം അർഹിക്കുന്നു. എങ്കിലും ഈ സംഭവം ഉണ്ടാകുന്നു, അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏത് മനഃശാസ്ത്രം കൊണ്ടാണ് നിർവചിക്കുക? ഇപ്പം നമുക്ക് തന്നെ അറിയാം, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ശൃംഖലയാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങളും സ്വർണവും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ശൃംഖലയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് മോഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് തീർച്ചയായിട്ടും അവിടെ മോഷണം നടക്കാനുള്ള നമുക്ക് തന്നെ സൗമ്യവധ കേസിന്റെ വിചാരണയിലൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം, റെയിൽവേയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ മേധാവി ആയിരുന്നു എന്നാണ് വാർത്തകൾ കേട്ടത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനൊരു ശൃംഖലയുണ്ട്, അതിനൊരു അണ്ടർവേൾഡ് ഉണ്ട്, മാഫിയ ഉണ്ട്, നമുക്കറിയാം. എങ്കിലും ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ 3 എണ്ണത്തിനെയും പിടിച്ചു. അതിൽ ഒരാളെ പിടിച്ചത് കൊണ്ടാണ് ഇത് കള്ളക്കടത്ത് വഴി കൊണ്ടുവന്ന സ്വർണമാണ് എന്ന് തെളിഞ്ഞത്.
അതുപോലെ 2 റിപ്പോർട്ട് ചെയ്ത അതിന് മുമ്പത്തെ 2 റിപ്പോർട്ട് ചെയ്ത കേസുകളിലും അവിടെ പോലീസ് ബന്ധപ്പെടുകയും പോലീസ് അത് പിടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് നിസ്സാരമാക്കി കളയാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ വശം. പക്ഷേ ട്രെയിനുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു സംഭവം കൂടി ഇന്നിപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുംബൈയിൽ ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ചത് മുംബൈയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നർത്ഥത്തിൽ ഒരു സൈഡിൽ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹം തന്നെ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വശത്ത് അതുപോലെ ഉണ്ടാകുന്നുണ്ടോ? ഇന്ത്യയുടെ തന്നെ ലൈഫ് ലൈനായ റെയിൽവേക്ക് ആ രീതിയിലൊരു ശൃംഖല, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശൃംഖല ഉണ്ട് എന്ന് പാർവതിക്ക് കൃത്യമായി പറയാൻ സാധിക്കുമോ? കേരളത്തിൽ മാത്രം യാത്ര ചെയ്യുമ്പോഴാണോ നേരത്തെ പറഞ്ഞ സുരക്ഷാ സൗകര്യമുള്ളത്? ഇല്ല, ഞാൻ റെയിൽവേയുടെ ഒരു വക്താവായിട്ടൊന്നും സംസാരിക്കുകയല്ല. എന്നാലും കേരളത്തിലെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പൊ നോർത്തിലോട്ട് പോകുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ വ്യത്യാസമാണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ ട്രെയിൻ യാത്ര കുറവായിരിക്കും, ദൂരെയൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റ് യാത്ര ആയിരിക്കാം. ഇല്ല, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ട്രെയിനിൽ ഇപ്പൊ ദൂരെയാണെങ്കിലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അടുത്ത് നമുക്ക് റെയിൽവേയെ കുറിച്ച് 100,000 വരെ കംപ്ലൈന്റ് ഉണ്ട്. ബാത്റൂമിൽ വെള്ളമില്ലായിരിക്കും. പിന്നെ ആസാം വരെ പോകുന്ന ട്രെയിനിലും ഒരിക്കലും ഈ പ്രത്യേകിച്ച് തൊഴിലാളികൾ പോകുന്ന ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ വെള്ളം എന്ന് പറയുന്ന ഒരു ട്രെയിനിലും ഇല്ലാതിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മോശമായി ശുചിത്വഹീനമായ കമ്പാർട്ട്മെന്റുകൾ. ഇങ്ങനെ 1000 കംപ്ലൈന്റ് നിരത്താമെങ്കിലും രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലീസിന്റെ ശ്രദ്ധ കൂടുതലാണ് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും നിർഭാഗ്യകരമായി പോയി. പ്രത്യേകിച്ച് അംഗവൈകല്യം ഉള്ളവരുടെ കമ്പാർട്ട്മെന്റിലാണ് ഇത് സംഭവിച്ചത്. അത് നമുക്ക് ഏറ്റവും അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവർക്ക് നല്ല ഗൃഹപാഠമുണ്ട്. ഇത് എവിടെ പോയാലാണ് ഇവർക്ക് കൃത്യമായി അവർക്ക് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ കിട്ടുക എന്നുള്ളത് അവർക്കറിയാം. അതെ, ആ പറയുന്ന കാര്യത്തിൽ ഞാൻ ഡോക്ടർ രാഹുലിനോട് 100% യോജിക്കുകയാണ്. കാരണം ഈ പറയുന്ന ഈ ശ്രദ്ധ എന്തുകൊണ്ട് പ്രത്യേകിച്ച് അംഗവൈകല്യമുള്ള ആൾക്കാർ പിന്നെ യാത്ര ചെയ്യേണ്ടുന്ന കമ്പാർട്ട്മെന്റിലാണ് മോഷണം നടന്നത്. ഒരു സ്ത്രീക്ക് അപകടം സംഭവിക്കുന്ന ഒരു ചങ്ങല വലിച്ച് നിർത്തുന്നത് വരെ ആരും അറിയപ്പെടുന്നില്ല. ഇന്ന് ഈ സംവിധാനങ്ങൾ CCTVയുടെയും അല്ലാതിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ, ഒരുപക്ഷെ CCTV വേണമെന്നില്ല, എന്തെങ്കിലും ഒരു എമർജൻസി സ്വിച്ച് വെക്കാൻ. ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ യുഗമാണ്. ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നമുണ്ടായി അവിടെ നമുക്കൊരു പ്രസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ട്രെയിൻ ആലോചിക്കുന്നില്ല എന്നുള്ള കാര്യം ഗൗരവമായി തന്നെ ചിന്തിക്കണം. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അവിടെ ചേർത്ത് പറയേണ്ട മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് പിടിക്കപ്പെട്ട തമിഴ് സംഘം അംഗങ്ങളാണ്, നാഗർകോവിൽ സ്വദേശികളാണ്. മുൻകാലങ്ങളിൽ ഈ ഗോവിന്ദസ്വാമി ഉൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളവരെ ട്രെയിനിൽ നമുക്ക് അങ്ങനെ അത്ര വ്യാപകമായി കാണാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ഹൈപ്പ് ചെയ്യരുത്. കാരണം ഇതൊരു വൺ ഓഫ് സംഭവമാണെങ്കിൽ, വൺ ഓഫ് അല്ല, ഇപ്പൊ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മോഷണം ഈ കഴിഞ്ഞ 1-1.5 മാസത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ 3-4 ദിവസത്തിൽ ഇത് കൂടി റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസ് കൂടുതലാണ്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസിഡൻസിൽ തന്നെ ഒരു അഭികാമ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടായി, അവരെ പിടിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ല, അതാണ് ഞാൻ നേരത്തെ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസ് പിടിച്ച റെയിൽവേ ഉദ്യോഗസ്ഥരെയും കേരള പോലീസിനെയും നമ്മൾ അഭിനന്ദിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ പാർവതി അഭിപ്രായപ്പെട്ടതുപോലെ ഇതൊരു പാനിക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചയല്ല. ഇവിടെ ഇത് ഒരു സംഭവം പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ റെയിൽവേ ഭാഗത്ത് നിന്ന്, കേരളത്തിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാതിരിക്കരുത്. ഫോണിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ TN സീമ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീമതി TN സീമ, ഇത് പാർലമെൻറ്റിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. റെയിൽവേ ഇന്ത്യയുടെ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ കോട്ടയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ദമ്പതികളെ ആക്രമിച്ച വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണും. എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു ഈ വാർത്തയോട് താങ്കൾ? തീർച്ചയായിട്ടും റെയിൽവേയിൽ പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കിടെ ഉണ്ടാകുന്ന ഓരോ, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഓരോ അക്രമവും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് റെയിൽവേയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത്തരം സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അത് റെയിൽവേ പോലീസിന്റെ ആയാലും അതുപോലെ ഗവൺമെന്റ് പോലീസിന്റെ ഒക്കെ തന്നെ സഹായം, അതിന്റെ അത് പൂർണ്ണമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് കമ്പാർട്ട്മെന്റിൽ പോലീസ് ഉണ്ടായിരുന്നോ, RPF ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോഴും പലതരം അപകടങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രാകൃതമായ രീതിയിൽ റെയിൽവേ റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിലടക്കം
സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്, കവർച്ച എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അതൊരു ഒരു ആധുനികമായിട്ടുള്ള ഒരു സമൂഹത്തില് പിന്നെ റെയിൽവേ പോലുള്ള ഒരു സംവിധാനത്തിന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകേണ്ടതുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉടനെ അറിയിക്കാനുള്ള സംവിധാനം പോലും പലപ്പോഴും നമുക്ക് ട്രെയിനുകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹെൽപ്പ് ഡെസ്കും അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കുറേ കൂടി ആധുനീകരിക്കേണ്ട ആവശ്യം വളരെ വളരെ അടിയന്തര പ്രാധാന്യമുള്ള അത് കുറേയും കൂടി എന്ന് മാത്രമാണോ? അതായത് ഇന്ന് തന്നെ നോക്കുക ശ്രീമതി ടി എൻ സീമ, അതായത് ഈ ട്രെയിനിൽ ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായി, ഡിസബിലിറ്റി കമ്പാർട്ട്മെന്റിലാണ് സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ദമ്പതികൾക്കാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അവരുടെ വസ്തുക്കളെല്ലാം മോഷണം ചെയ്ത് ട്രെയിൻ ഈ മോഷ്ടാക്കൾ തന്നെ ചങ്ങല പിടിച്ച് നിർത്തി അവർ അവിടെ നിന്ന് കടന്നതിന് ശേഷമാണ് ഇത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് പുറം ലോകം അറിയുന്നത്. അത് ഒരു വശത്ത്. അതേസമയം ഇതിപ്പോൾ പിടിച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനം കൊണ്ടല്ല, അത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസുകാരാണ് പോയി പിടിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയായിരിക്കും അതിനകത്ത് സഹായം ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അവിടെ കുറച്ചുകൂടി റെയിൽവേ കുറ്റപ്പെടുത്തുകയല്ല, കുറച്ചുകൂടി നന്നാകാൻ അവിടെ ഇനിയും കുറേയേറെ കാര്യങ്ങളുണ്ട് എന്നല്ലേ ടി എൻ സീമ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും റെയിൽവേ വിമർശിക്കേണ്ടടുത്ത് ആ സംവിധാനത്തെ വിമർശിക്കുക തന്നെ വേണം. കാരണം ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഏതെങ്കിലും തരത്തിൽ അവർ അവിടെ നിന്നൊരു അപായ സൈറണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്കൊരു അലാറം മുഴക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടല്ല ഇത് പിടിക്കപ്പെടുന്നത്. കവർച്ചക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് പുറം ആളുകൾ അറിഞ്ഞത്. അത് തന്നെയാണ് ഈ സംഭവത്തിൽ മാത്രമല്ല പല സംഭവത്തിലും ഉണ്ടാകുന്ന കാര്യം. അതാണ് ഇപ്പോ സൗമ്യ കൊല ചെയ്യപ്പെട്ട സംഭവം പോലും, അത്തരം കാര്യങ്ങൾ പോലും നടന്നതിന് ശേഷം മാത്രമാണ് ആളുകൾ അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കുറെ കൂടി ആധുനീകരിക്കണമെന്ന് പറയുന്നത് മറ്റു പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും യാത്രക്കാരന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വളരെ 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 പിന്നാക്കമാണ്. ശ്രീമതി ടി എൻ സീമ, ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി, അതായത് ഇതൊരു കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടോ, ഇനി അങ്ങോട്ട് റെയിൽവേ അതിനകത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ശരിക്കും ഇത് തമിഴ് സംഘങ്ങൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റപ്പെട്ട രീതിയിൽ, പാർവതി ആ സംശയം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ്, റെയിൽവേ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷെ അങ്ങനെയാണോ ഇത് സംഭവിച്ചത്? ഒറ്റപ്പെട്ടതാണോ? മുമ്പ് ഗോവിന്ദചാമിക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ശൃംഖല ഇപ്പോഴും വീണ്ടും വളർന്നു തുടങ്ങിയിട്ടുണ്ടോ? ആ കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു ക്രോസിംഗിൽ നിർത്തിയപ്പോൾ ലോക്കോ പൈലറ്റ് അങ്ങനെ ചില മാധ്യമങ്ങളോട് പറഞ്ഞതായി പറയുന്നുണ്ട്. ഇത് ക്രോസിംഗിൽ നിർത്തിയപ്പോൾ അതിക്രമിച്ച് കയറിക്കൊണ്ട്, അങ്ങനെയാണെങ്കിൽ നാഗർകോവിലിൽ നിന്ന് കോട്ടയത്തിൻ്റെ അതുവരെ ഇവർ ട്രാവൽ ചെയ്ത് വന്ന് ഡിസബിലിറ്റി കമ്പാർട്ട്മെന്റിൽ കയറുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി കാണാൻ പറ്റുമോ? ഇവർ അവിടെ മാത്രം വെച്ച് കയറി പറ്റിയതാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റെയിൽവേ ഉത്തരം തരേണ്ടതില്ലേ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അത് ഏത് സംഭവമായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. അതിന്റെ കാരണം സാഹചര്യം കണ്ടെത്തണം. ഒരു കവർച്ചയും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. നടക്കുന്ന വഴി മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാടല്ല ഇത്. ഓടുന്ന ട്രെയിനിൽ ഇത്തരം കാര്യങ്ങൾ നടത്തി രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ആക്രമണം തന്നെയാണ്. അപ്പൊ അതിനകത്ത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഇതെവിടെയൊക്കെ നിർത്തുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് വിജനമായ സ്ഥലങ്ങൾ എന്ന് നോക്കി തന്നെയാണ് ഇത്തരം കവർച്ചക്കാർ പ്രവർത്തിക്കുന്നത്. പിന്നെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു വളരെ നെറ്റ്വർക്ക് ഉണ്ടോ കാരണം പല കാര്യങ്ങളും വളരെ നെറ്റ്വർക്കിംഗ് കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിറകിൽ മാഫിയ തന്നെ പിന്നെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്. ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന നിലയിൽ ഗൗരവത്തോടു കൂടിയിട്ടുള്ള അന്വേഷണം തന്നെ വേണ്ടതാണ്. ഇത് ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. പാർവതി, അതായത് തുടക്കത്തിൽ കണ്ടതുപോലെ പാർവതി, എനിക്ക് തോന്നുന്നു ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ അല്പം പേടി വന്നു തുടങ്ങി ചർച്ച കാരണം. ഇനിയിപ്പോൾ അവസാനം പേടിക്കേണ്ടതുണ്ട്, സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്, ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. സത്യത്തിൽ പഴയ അവസ്ഥ വീണ്ടും വന്നോ? സൗമ്യയുടെ മുഖമൊക്കെ നമുക്ക് ഈ ഘട്ടത്തിലേക്ക് കാണിക്കേണ്ടി വരുന്ന കാര്യമുണ്ട്. ഈ പേടിയുടെ എലിമെന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇങ്ങനൊരു കാര്യം വരുമ്പോൾ മീഡിയയിൽ നടക്കുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ചർച്ചകൾ നേരിട്ട് ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഒരു കാര്യത്തിന് ഇവർ ഇറങ്ങാൻ പാടില്ല, ഇവിടെ എല്ലാ അപകടമാണ്, ആര് പോയാലും മോഷണമാണ്, കൊല്ലും എന്ന് പറഞ്ഞ് സൗമ്യയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ടറിയാം വീട്ടിലുണ്ടായിട്ടുള്ള ഭീതി. പല വീടുകളിലും പെൺകുട്ടികളെ യാത്ര ചെയ്യുന്നതിൽ
അതിൽ ഒരുപാട് തടസ്സം വന്നു. അപ്പോൾ ആ സംവിധാനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ കുറേ നാളത്തെ റിപ്പോർട്ടിങ്ങിന് ശേഷം ഈ കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്കുള്ളിൽ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് ജാഗരൂകരാവണം, അന്വേഷണം വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, അലാറം മുഴക്കാനുള്ള സംവിധാനം വേണം, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം, ഇത് എല്ലാം 100% നിർബന്ധമാക്കണം. അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഓവറായിട്ടൊരു ഹൈപ്പ് വരുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടികളുടെ പുറത്ത് ചങ്ങല വീഴുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുള്ളൊരു ആശങ്ക കൊണ്ട് ഞാൻ പറഞ്ഞു. എന്തായാലും ആ കൂട്ടത്തിൽ പാർവതി പറഞ്ഞ ഡോക്ടർ ടി.എൻ. സീമ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ ഒരു അന്വേഷണവും കൂടി വേണം. ഈ കാര്യത്തിൽ ഒരു ഉത്തരം കൂടി റെയിൽവേ തരണം. അത് റെയിൽവേക്കും നല്ലതാണ്, ആ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കാരണമാകും. ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞവർക്കും നന്ദി. പങ്കെടുത്ത ശ്രീമതി പാർവതി, ഒപ്പം ഡോക്ടർ ടി.എൻ. സീമ, വളരെ നന്ദി.